ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൈവ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് VN ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം ഫോണ്ടുകൾ എങ്ങനെയാണ് അതിനകത്തേക്ക് വളരെ ബെറ്ററായിട്ട് കൊണ്ടുവരുന്നത് എന്നാണ്. നമ്മൾ സാധാരണ ഈ ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ഒട്ടും ഭംഗിയില്ലാത്ത ഒരു ഫോണ്ട് മലയാളമാണ് സാധാരണ എല്ലാവർക്കും കിട്ടാറുള്ളത്. നമ്മൾ വലിയ വലിയ സോഫ്റ്റ്വെയറിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വരുന്ന എല്ലാ ഫോണ്ടുകളും നമുക്കവിടെ കിട്ടാറുണ്ട്. അതുപോലുള്ള എല്ലാ ഫോണ്ടുകളും നമുക്ക് VNലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇനി നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല ഫോണ്ടുകൾ, അതായത് FML ഫോണ്ടുകൾ, MLKV ഫോണ്ടുകൾ, ഇതുപോലുള്ള ബെറ്റർ ആയിട്ടുള്ള ന്യൂജൻ ഫോണ്ടുകളൊക്കെ നമുക്ക് ഇനി VNൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. കോഡ് FML എന്നൊരു ആപ്ലിക്കേഷനാണ്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. ഞാൻ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഡാർക്ക് ബ്ലൂ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ ഏത് വഴിയാണോ മലയാളം ടൈപ്പ് ചെയ്യുന്നത് ആ വഴിയിൽ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മംഗ്ലീഷ് കീബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ആ ഒരു സ്ക്വയർ, ആ സ്ക്വയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് VNൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മിനിമൈസ് ചെയ്തിട്ട് VN ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഏതെങ്കിലും ഡിഫോൾട്ടായിട്ടുള്ള ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത്, കുഴപ്പമില്ല. ഈ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓരോ ഫോണിലും പല രീതിയിലും പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഡിഫോൾട്ടായിട്ട് സെൻറ്റർ ഭാഗത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇനി അതില്ലെങ്കിൽ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൃത്യമായിട്ടുള്ള ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് മലയാളമായിട്ട് മാറും. ഇവിടെ താഴെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം മലയാളം ഫോണ്ടുകൾ. അപ്പോൾ ഈ ഒരു ഫോണ്ടുകൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇവിടെ ഇന്ദുലേഖ ഉൾപ്പെടെ കുറച്ച് ഫോണ്ടുകൾ, മലയാളം ഫോണ്ടുകൾ ഇവിടെ കാണാം. വളരെ കുറച്ച് മലയാളം ഫോണ്ടുകൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഉള്ള ഫോണ്ടുകളൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് VN ആപ്ലിക്കേഷനിൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒറിജിനൽ ഫോണ്ടുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫോണ്ടുകൾ VN ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതുപോലുള്ള ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതും സിമ്പിളാണ്. നമ്മൾ ടെലിഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ ഫോണ്ടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് FML ഫോൺസ് ആണ്. എവിടെയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ FML ഫോൺസ് ആണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ MLKV ഫോണ്ടുകളും VNനകത്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി ഇത്തരം ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വളരെ സിമ്പിളാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. മലയാളം ഫോൺസ്, ഇതിനകത്ത് ഒരുപാട് ഫോണ്ടുകൾ കാണാം. ഇതെല്ലാം FML ഫോൺസ് ആണ്. ഇതൊന്ന് ജസ്റ്റ് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആവും. ഇനി VN ആപ്ലിക്കേഷനിൽ ഇത്തരം ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വളരെ സിമ്പിളാണ്. താഴെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ കാണാം ആഡ് ഫോണ്ട് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ട് ഫ്രം ഫയൽ ആപ്പ് എന്നുള്ളത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഫോണ്ട് ഉള്ളത്, ഇപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടാവുക. അവിടെ പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ടുകളെല്ലാം ഇതിലേക്ക് ആഡ് ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമുക്ക് VN ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് എഫക്ട്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ ക്യാപ് കട്ട് അതുപോലുള്ള ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എഫക്ട്സ് മാത്രമേ ഈ VN ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് അത് ഉപയോഗിച്ച് തന്നെ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ ഒരുപാട് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഓരോ സിമ്പിൾ വീഡിയോകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.